നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. അമേരിക്കൻ ഐക്യനാടായ മിനിസോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന മിനിയാപോളിസിലെ കത്തോലിക്ക സ്കൂളിനോട് ചേർന്നുള്ള ദേവാലയത്തിൽ പ്രഭാത വിശുദ്ധ കുർബാന അർപ്പണത്തിനിടെ വെടിവയ്പ്. 23-കാരനായ റോബിൻ വെസ്റ്റ്മാൻ എന്ന ട്രാൻസ് വുമൺ ആണ് മിനിയാപോളിസിലെ കത്തോലിക്ക സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത്. അനൺസിയേഷൻ ദേവാലയത്തിലെ വെടിവയ്പിൽ 2 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും 17ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന് മുമ്പ് തന്നെ പ്രതി യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. ക്രൈസ്തവ വിരുദ്ധതയും പൈശാചികതയും യഹൂദ വിരുദ്ധതയും വംശീയതയും പ്രദർശിപ്പിക്കുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം. അമേരിക്കയിലെ മിനിപോളിസിലെ കത്തോലിക് സ്കൂളിനോട് ചേർന്നുള്ള ദേവാലയത്തിൽ പ്രഭാത വിശുദ്ധ കുർബാന അർപ്പണത്തിനിടെ വെടിവയ്പുണ്ടായ സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു. 23-കാരനായ റോബിൻ വെസ്റ്റ്മാൻ എന്നറിയപ്പെടുന്ന ട്രാൻസ് വുമണാണ് മിനിയാപോളിസിലെ കത്തോലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തതെന്നാണ് റിപ്പോർട്ട്. പള്ളിയിലെ വെടിവയ്പിൽ 2 കുട്ടികളെ കൊല്ലുകയും 17 പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതി ആക്രമണത്തിന് മുൻപ് തന്നെ യൂട്യൂബ് ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ക്രൈസ്തവ വിരുദ്ധതയും പൈശാചികതയും യഹൂദവിരുദ്ധതയും വംശീയതയും അടങ്ങിയതായിരുന്നു വീഡിയോയിലെ പരാമർശങ്ങൾ. തന്റെ കൈവശമുള്ള തോക്കുകളടക്കം പ്രദർശിപ്പിച്ചുള്ള വീഡിയോകളാണ് ഇയാൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. അതോടൊപ്പം ക്രിസ്തുവിനെ പരിഹസിക്കുന്ന ചിത്രവുമായുള്ള വീഡിയോയും പ്രതി പങ്കുവച്ചിരുന്നു. പ്രതിയുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുകളിൽ പ്രസിഡന്റ് ട്രംപിനെ കൊല്ലുകയെന്നും നിങ്ങളുടെ ദൈവം എവിടെയെന്നും എഴുതിയിരുന്നു. അതേസമയം വെടിവയ്പ്പിന് പിന്നാലെ പ്രതിയുടെ ചാനൽ യൂട്യൂബ് നീക്കം ചെയ്തിട്ടുണ്ട്. മിനസോട്ട നഗരത്തിലെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള റെസിഡൻഷ്യൽ ഏരിയയിലെ കത്തോലിക്ക ദേവാലയവുമായി ചേർന്നുള്ള സ്കൂളിൽ ഏകദേശം 395 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. രാവിലെ 8:30 വിശുദ്ധ കുർബാനയ്ക്കായി ദേവാലയത്തിൽ എത്തിച്ചേർന്നിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ജനലിന് പുറത്തുനിന്ന് തോക്കുധാരി വെടിവെക്കുകയായിരുന്നു. ദേവാലയത്തിലെ ജനലുകളിലൂടെയായിരുന്നു വെടിവെപ്പ് നടത്തിയത്. 14 വിദ്യാർത്ഥികളടക്കം 18 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇവരിൽ ചിലരുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമാണ്. സ്വർഗ അനുരാഗ് വിഷയത്തിൽ തിരുസഭ പുലർത്തുന്ന ശക്തമായ ധാർമ്മിക നിലപാട് പ്രതിയുടെ വെറുപ്പിന് കാരണമായിട്ടുണ്ടാകുമെന്നാണ് നിഗമനം. അതേസമയം പ്രതിക്ക് പൂർവ്വകാല കുറ്റകൃത്യ ചരിത്രമില്ലെന്നും ഇയാളുടെ മാതാവ് മിനിയാപോളിസിലെ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നെന്നും കണ്ടെത്തിയിട്ടുണ്ട്. റൈഫിൾ, ഷോട്ട്ഗൺ, ഹാൻഡ്ഗൺ മുതലായവ പ്രതിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2019 വെസ്റ്റ്മാൻ ട്രാൻസ് വുമണായി ലിംഗമാറ്റം വരുത്തിയതും റോബർട്ട് എന്നുള്ള പേര് റോബിൻ വെസ്റ്റ്മാനായി തിരുത്തിയതും. 2020 ഇയാൾ പ്രായപൂർത്തി വന്നിട്ടില്ലായിരുന്നുവെങ്കിലും യുഎസിലെ മിനിസോട്ട ഐക്യനാട്ടിലെ ഡക്കോട്ട കൗണ്ടി കോർട്ട് ഇദ്ദേഹത്തെ ട്രാൻസ് വുമണായി അംഗീകരിക്കുകയായിരുന്നു. അതേസമയം അമേരിക്കയിൽ ഹെയ്റ്റ് ക്രൈമുകൾ അടിക്കടി വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. 2024 മാത്രം ഏകദേശം 11,673 കുറ്റകൃത്യങ്ങളും അതിൽ 2,740 മതവിരുദ്ധതയും 70% യഹൂദരെയും 10% ക്രൈസ്തവരെയും ലക്ഷ്യമിട്ടാണ് നടക്കുന്നത്. അമേരിക്കയിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നിരന്തരം അരങ്ങേറുന്ന ആക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ല. മിനിസോട്ടയിലെ മിനിയാപോളിസിൽ നടന്ന ഏറ്റവും ഒടുവിലെ ക്രൂരമായ സംഭവം വീണ്ടും അമേരിക്കയിലെ സ്കൂൾ സുരക്ഷയെ ചോദ്യം ചെയ്യുകയാണ്. കത്തോലിക്ക സ്കൂളിലെ പള്ളിയിൽ നടന്ന വിശുദ്ധ ബലിക്കിടെ കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഒരു ട്രാൻസ്ജെൻഡറാണ്. മിനസോട്ടയിലെ മിനിയാപോളിസിൽ അനൺസിയേഷൻ കത്തോലിക്ക സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിശുദ്ധ കുർബാന നടക്കുന്നതിനിടെയുണ്ടായ വെടിവെപ്പിൽ 8 വയസ്സും 10 വയസ്സുമുള്ള 2 വിദ്യാർത്ഥികൾ ദാരുണമായി കൊല്ലപ്പെട്ടു. 17 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് അക്രമി സ്വയം വെടിയുതിർക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു. സ്കൂളിലെ പള്ളിയിലെത്തിയ മുഴുവൻ കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ ആയുധധാരി പള്ളിയുടെ ജനലിലൂടെ കുട്ടികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അക്രമിയെ പോലീസ് തിരിച്ചറിഞ്ഞു. 23 വയസ്സുള്ള ട്രാൻസ്ജെൻഡറായ റോബിൻ വെസ്റ്റ്മാൻ എന്നയാളാണ് ആക്രമണം നടത്തിയത്. കോടതി രേഖകൾ പ്രകാരം 2020 ഇയാൾ റോബിൻ എന്ന പേര് സ്വീകരിച്ചതെന്ന് കോടതി രേഖകളിൽ പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഭവത്തിൽ നടുക്കം അറിയിക്കുകയും അപലപിക്കുകയും ചെയ്തു. കുട്ടികൾ നിറഞ്ഞ പള്ളിയിലേക്ക് വെടിവെക്കുന്നത് ഷീർ ക്രൂവൽറ്റി ആണെന്നും അതൊരു ഭീകരമായ ഭീരുത്വത്തിന്റെ ഉദാഹരണമാണെന്നും മിനിയാപോളിസ് പോലീസ് ചീഫ് ബ്രയാൻ ഒ ഹാരെ വ്യക്തമാക്കി. അതേസമയം ഇക്കൊല്ലം മാത്രം അമേരിക്കയിൽ നടന്ന സ്കൂൾ ആക്രമണങ്ങളുടെ എണ്ണം 146 ഉയർന്നിരിക്കുകയാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടും ഇത്തരം സംഭവങ്ങൾ തടയാൻ അധികാരികൾക്ക് ഇപ്പോഴും കഴിയുന്നില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രതി ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ച മാനിഫെസ്റ്റോയും മറ്റു പശ്ചാത്തല വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. നീണ്ട 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കാനഡയിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനവുമായി ഇന്ത്യ. ഇതിന്റെ ഭാഗമായി ഇന്ത്യ കാനഡയിൽ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയെ നിയമിച്ചു. ദിനേശ് കെ പട്നായിക്കാണ് ഇന്ത്യൻ അംബാസിഡറായി ചുമതലയേൽക്കുന്നത്.
ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രസ്താവനയെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. വാക്പോര് മുറുകിയതോടെ 2024 ഒക്ടോബറിലാണ് ഇന്ത്യ കാനഡയിലെ സ്ഥാനപതിയെ തിരികെ വിളിച്ചത്. തുടർന്ന് കഴിഞ്ഞ 9 മാസമായി കാനഡയിൽ ഇന്ത്യൻ സ്ഥാനപതി ഇല്ലായിരുന്നു. കനേഡിയൻ മണ്ണിൽ വെച്ച് നിജാറിനെ കൊല്ലപ്പെടുത്തിയതിന് പിന്നിൽ ഇന്ത്യയാണെന്നായിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം. ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഗുരുതരമായ നയതന്ത്ര സംഘർഷങ്ങൾക്കാണ് ഇടയാക്കിയത്. മാർക്ക് കാർണി പുതിയ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ െത്തിയതോടെ ഇന്ത്യ കാനഡ ബന്ധം പൂർവ്വസ്ഥിതിയിലേക്ക് ആയേക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാനഡയിൽ പുതിയ ഇന്ത്യൻ സ്ഥാനപതി ദിനേശ് കെ പട്നായിക്കാണ് ചുമതലയേൽക്കുന്നത്. നിലവിൽ സ്പെയിനിലെ ഇന്ത്യൻ അംബാസഡറായി സേവനമനുഷ്ഠിക്കുകയാണ് ദിനേശ് പട്നായിക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ 50% താരിഫ് പ്രാബല്യത്തിൽ ഇന്ത്യ-US വ്യാപാര യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുന്നത് ആശങ്ക ഉയർത്തുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്ന് ട്രംപ് ഭരണകൂടം അറിയിച്ചിരുന്നു. ഈ നീക്കം ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് പ്രഖ്യാപനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയുടെ തുടർച്ചയായ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് ഈ താരിഫ് യുദ്ധത്തിന് പ്രധാന കാരണം. തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, ചെരുപ്പുകൾ, ചെമ്മീൻ, കരകൗശല വസ്തുക്കൾ തുടങ്ങിയവ ഉൾപ്പെടെ ഇന്ത്യയുടെ നിരവധി തൊഴിൽ പ്രധാന മേഖലകളിലുള്ള കയറ്റുമതിയെ 50% താരിഫ് ഗുരുതരമായി ബാധിക്കും. ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ ഇത് കാരണമാകും. എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ. ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്ന ആത്മനിർഭർ ഭാരത് എന്ന നയത്തിന് ഊന്നൽ നൽകി പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. എന്റെ സഹോദരങ്ങളുടെ വിയർപ്പാണ് ഈ ഉൽപ്പന്നങ്ങൾ. അതിന് കറുത്തതോ വെളുത്തതോ ആയ നിറമില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ സാഹചര്യത്തിൽ കയറ്റുമതിക്കാർ അമേരിക്കയ്ക്കു പകരം പുതിയ വിപണികൾ തേടുന്ന തിരക്കിലാണ്. അതേസമയം ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ പ്രശ്നം ഇന്ത്യക്കൊരു തിരിച്ചടിയായിരിക്കില്ലെന്നും സ്വകാര്യ മേഖല ഇതിനെ ഒരു വെല്ലുവിളിയായി കാണണമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ആയുധരഹിതവും നിരായുധീകരിക്കുന്നതുമായ സമാധാനം 2026 ആഗോള സമാധാനത്തിന്റെ പ്രമേയമായി വത്തിക്കാൻ പ്രഖ്യാപിച്ചു. ലിയോ 14 പാപ്പ ആഗോള സമാധാന ദിനത്തിലേക്കായി നൽകുന്ന ആദ്യ സന്ദേശമാണ് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. ആയുധരഹിതവും നിരായുധീകരിക്കുന്നതുമായ ഒരു സമാധാനത്തിലേക്ക് എന്നതായിരിക്കും 2026 ആഗോള സമാധാനത്തിന്റെ പ്രമേയം എന്ന് വത്തിക്കാൻ ഡിക്കാസ്ട്രി വെളിപ്പെടുത്തി. അതേസമയം ഈ പ്രമേയം അക്രമത്തിന്റെയും യുദ്ധത്തിന്റെയും യുക്തിയെ നിരസിക്കാനും സ്നേഹത്തിലും നീതിയിലും അധിഷ്ഠിതമായ യഥാർത്ഥ സമാധാനം സ്വീകരിക്കാനും മനുഷ്യരാശിയെ ക്ഷണിക്കുന്നു എന്ന് പ്രസ്താവനയിൽ പറയുന്നു. ലയോ 14 പാപ്പ ആഗോള സമാധാന ദിനത്തിലേക്കായി നൽകുന്ന ആദ്യ സന്ദേശമാണ് ഇതെന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ സന്ദേശത്തിലുണ്ടായിരിക്കും. ആധികാരികവും യഥാർത്ഥവുമായ സമാധാനം ആയുധരഹിതമായിരിക്കണമെന്നും ഭയത്തിലോ ഭീഷണിയിലോ ആയുധങ്ങളിലോ അടിസ്ഥാനമിട്ട ഒരു സമാധാനമായിരിക്കരുത് അതെന്ന് ഡിക്കാസ്ട്രി വിശദീകരിച്ചു. എന്നാൽ അതേസമയം നിരായുധീകരിക്കുന്ന ഒരു സമാധാനമാണ് നമുക്ക് ആവശ്യമെന്നും സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുവാനും മറ്റുള്ളവരിലേക്ക് ഹൃദയങ്ങളെ തുറക്കാനും അവിടെ വിശ്വാസവും സഹാനുഭൂതിയും പ്രത്യാശയും ജനിപ്പിക്കാനും കഴിവുള്ളതായിരിക്കണം അതെന്നും ഡിക്കാസ്ട്രി ഓർമ്മിപ്പിച്ചു. സമാധാനത്തിനായി ക്ഷണിക്കുക എന്നതിനപ്പുറം പ്രത്യക്ഷത്തിലുള്ളതും ഘടനാപരവുമായ എല്ലാത്തരം അക്രമങ്ങളെയും നിരസിക്കുന്ന ഒരു ജീവിതശൈലി ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. സമാധാനം നിങ്ങളോട് കൂടെ എന്ന ഉദ്ധിതനായ ക്രിസ്തുവിന്റെ അഭിവാദ്യം എല്ലാവർക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ളവർക്കും പൗരന്മാർക്കും വേണ്ടിയുള്ള ഒരു വിളിയാണെന്നും ഇത് ദൈവരാജ്യം പടുത്തുയർത്താനും മാനവികവും സമാധാനപരവുമായ ഒരു ഭാവി ഉണ്ടാക്കിയെടുക്കുന്നത് ലക്ഷ്യമാക്കിയിട്ടുള്ളതാണെന്നും ഡിക്കാസ്ട്രി കൂട്ടിച്ചേർത്തു. US-ലെ വിദ്യാലയങ്ങളിൽ നിന്ന് ജെൻഡർ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഒഴിവാക്കാനൊരുങ്ങി ട്രംപ് ഭരണകൂടം. US-ലെ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള എല്ലാ പരാമർശങ്ങളും വിവരശേഖരങ്ങളും US-ലെ 46 സ്റ്റേറ്റുകളിലെ സ്കൂളുകളിൽ നിന്ന് 60 ദിവസത്തിനകം നീക്കം ചെയ്യുന്നതിനുള്ള ഉത്തരവ് നൽകിയത്. 2025 ഓഗസ്റ്റ് 26 എന്ന് തീയതി കുറിച്ചിരിക്കുന്ന പ്രസ് റിലീസിലാണ് പിഞ്ചു മനസ്സുകളെ വഞ്ചിക്കുന്ന സിദ്ധാന്ത ശാസ്ത്രങ്ങളെ പൂർണ്ണമായി നിരോധിക്കുവാൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടത്. അഡ്മിനിസ്ട്രേഷൻ ഫോർ ദി ചിൽഡ്രൻ ആൻഡ് ഫാമിലീസിന്റെ പ്രസ് റിലീസിലാണ് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയോടെ ട്രംപ് വാൻസ് ഭരണകൂടം കൃത്യമായ നിബന്ധനകൾ മുന്നോട്ട് വച്ചത്. 60 ദിവസത്തിനുള്ളിൽ US-ലെ 40 സ്റ്റേറ്റുകളിൽ നിന്നും വാഷിംഗ്ടൺ ഉൾപ്പെടെയുള്ള 6 US ടെറിട്ടറിയിൽ ഉൾപ്പെടുന്ന വിദ്യാലയങ്ങളിൽ നിന്നും ജെൻഡർ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ പരാമർശങ്ങളും വിവരങ്ങളും നീക്കം
ചെയ്യുവാനാണ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫെഡറൽ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് ഇപ്പോൾ ഈ ഉത്തരവ് ബാധകമായി വന്നിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നടപടി ഫെഡറൽ ഫണ്ടഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായ സ്കൂൾ ക്യാമ്പസുകളിൽ നിന്നും ജെൻഡർ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള സകല പരാമർശങ്ങളും നീക്കം ചെയ്യാനുള്ള ക്യാമ്പയിന്റെ ഭാഗമാണ് എന്ന് വേണം പറയുവാൻ. രണ്ടാമതും ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഓർഡറുകളിലെ 1490 ഓർഡർ ഇതേക്കുറിച്ച് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് K-12 വിദ്യാലയങ്ങളിൽ നിന്നുമാണ് ജെൻഡർ ഐഡിയോളജിയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ നിരോധിക്കേണ്ടതെന്ന് ഓർഡർ വ്യക്തമാക്കുന്നുണ്ട്. ഏതെങ്കിലും വിദ്യാലയങ്ങൾ ഈ ഉത്തരവ് ലംഘിച്ചാൽ കഠിന പിഴയും ഫെഡറൽ ഫണ്ടിംഗ് നിർത്തിവെക്കുമെന്നാണ് 1490 എക്സിക്യൂട്ടീവ് ഓർഡറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ കാലിഫോർണിയയിലുള്ള സ്കൂളുകൾക്ക് ലഭിക്കേണ്ടതായ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ $12.3 മില്യൺ നിരോധിച്ചത് മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. യുഎസിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ആൻഡ്രൂ ഗ്രേഡ്സിന്റെ പരാമർശം ശ്രദ്ധേയമാണ്. വരുന്ന തലമുറയ്ക്ക് വിഷം കുത്തിവെക്കുന്ന കാര്യപരിപാടികൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും ഫെഡറൽ ഫണ്ട് നൽകപ്പെടില്ല എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ പരാമർശം. എന്തുതന്നെയായാലും രണ്ടാം തവണയും ട്രംപിന്റെ വരവോടുകൂടി യുഎസിൽ നടമാടുന്ന അധാർമികമായ സിദ്ധാന്തങ്ങൾക്ക് അറുതി വരുമെന്ന് നമുക്ക് ആശ്വസിക്കാം. താരിഫ് യുദ്ധം ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും നാളെയുടെ തലമുറയെ വളർത്തുവാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പങ്ക് വിലമതിക്കാനാവാത്തതാണ്. യുഎസിൽ 16-കാരൻ ജീവനൊടുക്കിയതിന്റെ കാരണം ChatGPT എന്നാരോപിച്ച് OpenAIക്കെതിരെ മാതാപിതാക്കൾ കോടതിയിൽ. ChatGPTയുമായി നടത്തിയ ചാറ്റുകൾ തെളിവായി കോടതിയിൽ ഹാജരാക്കി. മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി OpenAI. AI അധിഷ്ഠിത ചാറ്റ്ബോട്ടായ ChatGPT മകൻ ആദം റെയിനിനെ മരിക്കാൻ പ്രേരിപ്പിച്ചെന്നാരോപിച്ചാണ് മാതാപിതാക്കളായ മാറ്റ് റെയിനും മരിയയും കമ്പനിക്കെതിരെ കാലിഫോർണിയ കോടതിയെ സമീപിച്ചത്. ഏപ്രിലിൽ ജീവനൊടുക്കിയ ആദം ChatGPTയുമായി നടത്തിയ ചാറ്റുകൾ തെളിവായി കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ വർഷാവസാനം സ്കൂൾ പഠനത്തിന് സഹായമായിട്ടാണ് ആദം ChatGPT ഉപയോഗിച്ച് തുടങ്ങിയത്. ചാറ്റ്ബോട്ടുമായി അടുപ്പം സ്ഥാപിച്ചതോടെ കഴിഞ്ഞ ജനുവരിയിൽ ആത്മഹത്യയെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി. കുട്ടിയെ തടയുന്നതിന് പകരം ചാറ്റ്ബോട്ട് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് കേസ്. അവസാന ചാറ്റുകളിൽ ആദം താൻ ജീവനൊടുക്കാൻ പോകുന്നുവെന്ന് ChatGPTയോട് വ്യക്തമാക്കിയിരുന്നു. കുട്ടിയുടെ മരണത്തിന് ശേഷം മാതാപിതാക്കൾ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ചാറ്റുകൾ കണ്ടത്. ആളുകളിൽ മാനസിക വിധേയത്വം ഉണ്ടാക്കും വിധമാണ് ChatGPT രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാരോപിക്കുന്ന കേസിൽ OpenAI CEO സാം ആൾട്ട്മാനാണ് മുഖ്യപ്രതി. മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ OpenAI കേസ് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് വിശദീകരിച്ചു. തീവ്ര മാനസിക സംഘർഷങ്ങളിൽ ChatGPTയെ ആശ്രയിക്കരുതെന്ന് OpenAIയുടെ വെബ്സൈറ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അടിയന്തര ഘട്ടങ്ങളിൽ വിദഗ്ധരുടെ സഹായം ലഭ്യമാക്കാനുള്ള ഹെൽപ്പ് ലൈൻ യുഎസിലും യുകെയിലും ആരംഭിച്ചതായും കമ്പനി വ്യക്തമാക്കി. പ്രവചനങ്ങൾ കടത്തിവെട്ടി US GDP കണക്കുകൾ. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും ചുമതലയേറ്റ ശേഷമുള്ള ആദ്യപാദമായ ജനുവരി-മാർച്ചിൽ നെഗറ്റീവിലേക്ക് കുപ്പുകുത്തിയ GDP വളർച്ചാ നിരക്ക് രണ്ടാം പാദത്തിൽ നടത്തിയത് വൻ കുതിച്ചുകയറ്റം. ഏപ്രിൽ-ജൂൺ രണ്ടാം പാദത്തിൽ 3.3% US വളർന്നത്. ഏപ്രിൽ-ജൂണിൽ 3.3% US മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം വളർച്ച രേഖപ്പെടുത്തിയത്. നേരത്തെ വിലയിരുത്തിയ 3% മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ജനുവരി-മാർച്ചിൽ വളർച്ച -0.5% വീണത് ട്രംപിന് കനത്ത അടിയായിരുന്നെങ്കിലും അത് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ആശയങ്ങൾ കൊണ്ടുണ്ടായ തിരിച്ചടിയാണെന്ന് പഴിചാരി ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഡൗ ജോൺസ് ഉൾപ്പെടെ വിലയിരുത്തിയ 3.1% മറികടന്ന വളർച്ചയാണ് കഴിഞ്ഞ പാദത്തിലേത്. ഇത് ട്രംപിന് വലിയ ആശ്വാസമായെന്ന് മാത്രമല്ല, വിമർശകർക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ കരുത്ത് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഉപഭോക്തൃ ചെലവുകൾ 1.4% പ്രതീക്ഷിച്ചിടത്ത് 1.6% ആയതും ട്രംപിന് കരുത്തായി. അതേസമയം ട്രംപിന്റെ താരിഫ് നയങ്ങളുടെ പശ്ചാത്തലത്തിൽ യുഎസിലേക്കുള്ള ഇറക്കുമതി ജൂൺ പാദത്തിൽ 29.8% ഇടിഞ്ഞു. യുഎസിൽ നിന്നുള്ള കയറ്റുമതി 1.3% കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ GDP കണക്കുകൾ ഉടൻ പുറത്തുവരുമെന്നത് കനത്ത ആശങ്കയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. 6.5 തൊട്ട് 7% വരെ വളർച്ചയാണ് നിരീക്ഷകരുടെ അനുമാനം. SBI 6.8-നും 7-നും മധ്യേ വളർച്ച പ്രതീക്ഷിക്കുന്നു. റേറ്റിംഗ് ഏജൻസിയായ ഇക്രയുടെ വിലയിരുത്തൽ 6.7%, HDFC ബാങ്ക് 6.6%, ബർക്ലൈസ് 6.5%, നോമുറ 6.6% എന്നിങ്ങനെയും പ്രവചിക്കുന്നു. 6.5% വളരുമെന്നായിരുന്നു റിസർവ് ബാങ്കിന്റെ വിലയിരുത്തൽ. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറവാണ് വളർച്ചയെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനും സാമ്പത്തിക നിക്ഷേപ ലോകത്തിനും ഓഹരി വിപണിക്കും തിരിച്ചടിയാകും. കാരണം ട്രംപിന്റെ താരിഫ് ആഘാതം കൂടെ ഉള്ളതിനാൽ വരും പാദങ്ങളിൽ വളർച്ചാ നിരക്ക് കുറഞ്ഞേക്കാമെന്ന നിരീക്ഷണങ്ങൾ ഇപ്പോഴേയുണ്ട്. ഒരിക്കൽ ക്രൈസ്തവ ഭൂരിപക്ഷമുണ്ടായിരുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ പലതിലും ക്രൈസ്തവർ വെറും ന്യൂനപക്ഷങ്ങളായി മാറിക്കഴിഞ്ഞു എന്ന നടുക്കുന്ന റിപ്പോർട്ടുകളാണ് പ്യൂ റിസർച്ച് സെന്റർ പുറത്തുവിട്ടിരിക്കുന്നത്. 2010 മുതൽ 2020 വരെയുള്ള കണക്കുകളെ ആധാരമാക്കിയാണ് ഈ വെളിപ്പെടുത്തൽ. പ്രധാനമായും UK, ഫ്രാൻസ്, ഉറുഗ്വേ, ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷത്തിന് പകരം മതനിരാസമാണ് വർദ്ധിച്ചു വരുന്നത്. അതേസമയം ആഗോളതലത്തിൽ ക്രൈസ്തവരുടെ സംഖ്യ വർദ്ധിക്കുന്നു എന്നും കണക്കുകൾ. വിവരങ്ങൾ പുറത്തുവിട്ടത് സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഗ്ലോബൽ ക്രിസ്ത്യാനിറ്റി.
പ്യൂ റിസർച്ച് സെന്ററിന്റെ പുതിയ പഠനമനുസരിച്ച് ഒരു ദശാബ്ദത്തിനുള്ളിൽ ഒരിക്കൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന രാജ്യങ്ങളിൽ ക്രൈസ്തവർ വെറും ന്യൂനപക്ഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന കണക്കുകൾ ആഗോള ക്രൈസ്തവരെ തെല്ലൊന്നുമല്ല ആശങ്കയിലാഴ്ത്തുന്നത്. 2010 മുതൽ 2020 വരെയുള്ള കാലയളവിൽ സംഭവിച്ച വലിയൊരു മാറ്റം പല ലോകരാജ്യങ്ങളിലും മതനിരാസങ്ങളും നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും തഴച്ചു വളരുവാൻ കാരണമായിട്ടുണ്ട്. ക്രൈസ്തവീകത മണ്ണിൽ അലിഞ്ഞു ചേർന്ന പാശ്ചാത്യ നാടുകളിലാണ് ഈ വലിയൊരു മാറ്റം കൂടുതൽ നിഴലിക്കുന്നത്. പാശ്ചാത്യ സംസ്കാരത്തെ പടുത്തുയർത്തിയ ക്രൈസ്തവീകത ഇന്ന് വെറും പേരിൽ മാത്രമേ പല രാജ്യങ്ങളിലും അനുഷ്ഠിക്കപ്പെടുന്നുള്ളൂ. പല വെസ്റ്റേൺ രാജ്യങ്ങളിലും ക്രൈസ്തവ നാമധാരികൾ കൾച്ചറൽ ക്രിസ്ത്യൻസ് എന്നറിയപ്പെടുവാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. 2010 ഏകദേശം 62% ക്രൈസ്തവരുണ്ടായിരുന്ന UK-യിൽ 2020 ആയപ്പോഴേക്കും സംഖ്യ 49% കുറഞ്ഞു. അതേസമയം സെക്യുലറിസത്തിന്റെ പേരിൽ മതനിരാസം തീക്കിളിയായി മാറിയ ഫ്രാൻസിൽ 57% ഉണ്ടായിരുന്ന ക്രൈസ്തവർ 10 വർഷത്തിനുള്ളിൽ 46% കുറഞ്ഞു. ഉറുഗ്വേയിലും സ്ഥിതിക്ക് വ്യത്യാസമില്ല. 61 നിന്നും 44ലേക്കാണ് ക്രൈസ്തവരുടെ സംഖ്യ കൂപ്പുകുത്തിയത്. നോർത്ത് അമേരിക്കൻ രാജ്യമായ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 78 നിന്നും 64ലേക്കും കാനഡയിൽ 67 നിന്ന് 53ലേക്കും സൗത്ത് അമേരിക്കൻ രാജ്യമായ ചിലിയിൽ 86 നിന്ന് 68ലേക്കുമാണ് ക്രിസ്തുവിശ്വാസികളുടെ സംഖ്യ കുറഞ്ഞുപോയിരിക്കുന്നത്. ഓസ്ട്രിയ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, ഫിൻലാൻഡ്, അയർലൻഡ്, ബെൽജിയം മുതലായ രാജ്യങ്ങളിൽ ക്രൈസ്തവ മതനിരാസം വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. ക്രൈസ്തവ വിശ്വാസമുള്ള 100 കുഞ്ഞുങ്ങളിൽ പ്രായപൂർത്തിയാകുമ്പോൾ ഏകദേശം 17 പേർ മാത്രമാണ് വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. 2020 ഏകദേശം 2.3 ബില്യൺ ക്രൈസ്തവർ ആഗോളതലത്തിലുണ്ടായിരുന്നുവെങ്കിലും പിന്നീടത് 30.6%-ആയും 28.8%-ആയും കുറഞ്ഞു. എന്നാൽ മുസ്ലിം വിശ്വാസികൾ 23.8 നിന്ന് 25.6%-ആയി വർദ്ധിച്ചു. അതേസമയം പ്രത്യേകിച്ച് ഒരു മതവിഭാഗങ്ങളിലും ഇല്ലാത്തവർ 23.3 നിന്ന് 24.2%-ആയും വർദ്ധിച്ചു. പാശ്ചാത്യ നാടുകളിലെ മതനിരാസത്തിന് ഒരു ആശ്വാസമാണ് സബ് സഹാറൻ മേഖലയിലെ കണക്കുകൾ. യൂറോപ്പിലെ വിശ്വാസത്യാഗത്തെക്കാളും ഉപരിയായി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രൈസ്തവരുടെ എണ്ണത്തിൽ വൻ വർധനവെന്ന് പ്യൂ റിസർച്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതൊരു 5 വർഷം മുമ്പുള്ള കണക്കുകളാണ്. എന്നിരിക്കലും ഗോർഡൻ കോൺവെൽ തിയോളജിക്കൽ സെമിനാരിയുടെ സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഗ്ലോബൽ ക്രിസ്ത്യാനിറ്റിയുടെ റിസർച്ചിന്റെ കണക്കനുസരിച്ച് 2025 ക്രൈസ്തവരുടെ സംഖ്യ ആഗോളതലത്തിൽ 32.3%-ആയി ഉയർന്നു. അതായത് 2.6 ബില്യണായി ഉയർന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. എന്നാലും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള വർദ്ധിച്ചുവരുന്ന നിരീശ്വരവാദവും മതനിരാസവും ക്രൈസ്തവർക്കിടയിൽ ആശങ്കയുണർത്തുന്നുണ്ട്. സീറോ മലബാർ സഭയിൽ 4 പുതിയ അതിരൂപതകൾ. അദിലാബാദ്, ബെൽത്തങ്ങാടി, കല്യാൺ രൂപതകളിൽ പുതിയ മെത്രാൻമാർ. 12 രൂപതകളുടെ അതിർത്തി പുനഃക്രമീകരണം തുടങ്ങി. സീറോ മലബാർ സഭയിൽ സുപ്രധാന ഇടയ നിയമനങ്ങൾ. സീറോ മലബാർ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സഭയുടെ 33ാമത് മെത്രാൻ സിനഡിന്റെ 2ാം സമ്മേളനത്തോട് അനുബന്ധിച്ച് നടത്തിയ മാധ്യമ സമ്മേളനത്തിലാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സഭയിലെ പുതിയ നിയമനങ്ങൾ പ്രഖ്യാപിച്ചത്. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ തന്നെ അതീവ പ്രാധാന്യമുള്ള പ്രഖ്യാപനങ്ങൾക്കാണ് 2025 ഓഗസ്റ്റ് 28 സാക്ഷിയായത്. സീറോ മലബാർ സഭയിൽ 4 പുതിയ അതിരൂപതകൾ. ഫരീദാബാദ്, ഉജ്ജയിൻ, കല്യാൺ, ശംഷാബാദ് രൂപതകളെ അതിരൂപതകളായി ഉയർത്തി. മാർ കുര്യാക്കോസ് ഭരണകുളങ്ങര, മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാർ സെബാസ്റ്റ്യൻ വാണിയമ്പുരയ്ക്കൽ, മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ എന്നിവരെ മെത്രാപോലിത്തൻ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് നിയമിച്ചു. അദിലാബാദ്, ബെൽത്തങ്ങാടി, കല്യാൺ രൂപതകളിൽ പുതിയ ഇടയന്മാർ. ബെൽത്തങ്ങാടി രൂപത മെത്രാനായി ക്ലറീഷ്യൻ സന്യാസ സമൂഹാംഗമായ റവറൽ ഫാദർ ജെയിംസ് പട്ടേൽ CMF-ഉം അദിലാബാദ് രൂപതാധ്യക്ഷനായി CMI സമൂഹാംഗമായ റവറൽ ഫാദർ ജോസഫ് തച്ചാമ്പറമ്പത്തിനെയും നിയമിച്ചു. അതേസമയം നിലവിൽ സീറോ മലബാർ സഭയുടെ കൂരിയ മെത്രാനായ മാർ സെബാസ്റ്റ്യൻ വാണിയൻപുരയ്ക്കൽ പിതാവ് കല്യാൺ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടു. കൂടാതെ കേരളത്തിന് പുറത്തുള്ള 12 രൂപതകളുടെ അതിർത്തി പുനർനിർണയിച്ചുകൊണ്ടും സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ തട്ടിൽ പിതാവ് കൽപ്പന പുറപ്പെടുവിച്ചു. സീറോ മലബാർ സഭാ കേന്ദ്രത്തിൽ ആഗസ്റ്റ് 18-ാം തീയതി ആരംഭിച്ച 33ാമത് മെത്രാൻ സിനഡിന്റെ 2ാമത്തെ സമ്മേളനമാണ് പുതിയ അതിരൂപതകളെയും ആർച്ച് ബിഷപ്പുമാരെയും പുതിയ മെത്രാന്മാരെയും രൂപതകളുടെ അതിർത്തി പുനർനിർണയത്തെയും സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തത്. സിനഡ് തീരുമാനങ്ങൾക്ക് വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചതോടെ മേജർ ആർച്ച് ബിഷപ്പ് ഇതു സംബന്ധിച്ച് കൽപ്പനകൾ പുറപ്പെടുവിച്ചു. 2025 ഓഗസ്റ്റ് 28-ന് സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് സിനഡ് പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് ഇക്കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഇറ്റാലിയൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് വത്തിക്കാനിൽ നടന്നു. ഷെക്കൈന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.